ബിഗ് ബോസ് ഹൗസിൽ ശത്രുതയോടെ ഗെയിം കളിച്ചു പോകുന്നിരുന്ന രണ്ടുപേരാണ് ഷാനവാസും അക്ബറും. ഇരുവരും തമ്മിൽ വഴക്കും തർക്കങ്ങളും ഇല്ലാത്ത ദിവസങ്ങൾ കുറവാണ്. പലപ്പോഴും മോശം ഭാഷപ്രയോഗത്തിലും കയ്യാങ്കളിയിലേക്കും ഇരുവരുടെയും തർക്കം നീളാറുമുണ്ട്. കഴിഞ്ഞ ദിവസവും സമാനമായ രീതിയിൽ ഇരുവരും തമ്മിൽ വഴക്ക് നടന്നു. അവസാനം ബിഗ് ബോസ് കൺഫെക്ഷൻ റൂമിൽ വിളിച്ച് സംസാരിച്ച ശേഷമാണ് രമ്യതയിലായത്. മാത്രമല്ല ഇരുവരും പരസ്പരം മനസ്സ് തുറന്ന് സംസാരിക്കുകയും ചെയ്തു. അക്കൂട്ടത്തിൽ ഷാനവാസ് ആദ്യമായി തന്റെ അസുഖ വിവരങ്ങളെക്കുറിച്ച് അക്ബറിനോട് സംസാരിച്ചു. തനിക്കൊരിക്കൽ ഹാർട്ട് അറ്റാക്ക് വന്നിരുന്നുവെന്നും 10 മിനിറ്റിന്റെ വ്യത്യാസത്തിലാണ് ഞാൻ ഇന്ന് ജീവിച്ചിരിക്കുന്നതെന്നും ഷാനവാസ് പറഞ്ഞു. പലരും എന്നെപ്പറ്റി പലതും നിങ്ങളുടെ അടുത്ത് പറഞ്ഞു വരും, അത് മനസ്സിൽ വെച്ച് എന്നോട് പെരുമാറരുതെന്ന് അക്ബർ പറഞ്ഞതോടെയാണ് ഷാനവാസ് മനസ്സ് തുറന്ന് സംസാരിക്കാൻ തുടങ്ങിയത്. അപ്പോഴാണ് അസുഖ വിവരത്തെക്കുറിച്ച് അക്ബർ ഷാനവാസിനോട് ചോദിച്ചത്. ഹാർട്ടിന് എന്താണുള്ളതെന്ന് കഥ പറയുമ്പോൾ പറയാം. ഞാനൊരു 10 മിനിറ്റിന്റെ വ്യത്യാസത്തിലാണ് ഇവിടെ നിൽക്കുന്നത്. എനിക്ക് ഹാർട്ട് അറ്റാക്ക് വന്നിരുന്നു. 10 മിനിറ്റ് കൂടി ലേറ്റ് ആയിരുന്നുവെങ്കിൽ മരിച്ചു പോയേനെ. എൻ്റെ ഇതേ പ്രായത്തിലാണ് ഉപ്പ മരിച്ചു പോയത്. അറ്റാക്ക് തന്നെയായിരുന്നു. ഉമ്മയും അങ്ങനെ തന്നെയാണ് പോയത്. 45 വയസ്സാകാൻ പോകുകയാണ് എനിക്ക്. മരിക്കുമെന്ന പേടിയും ഒന്നുമില്ല. അങ്ങനെയുണ്ടെങ്കിൽ ഇവിടെ വന്ന് ഈ സ്ട്രെസ് എടുത്ത് ഞാൻ പണി ചെയ്യുമോ? അങ്ങനെയുള്ള പേടിയേ ഇല്ല. ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടി ജീവിക്കാൻ വന്നതാണ്. ഉമ്മയായിരുന്നു എൻ്റെ എല്ലാം. ഇതൊന്നും ഇവിടെ ആരോടും പറയാൻ എനിക്ക് ആഗ്രഹമില്ല. എന്നെ ആ രീതിയിൽ മറ്റുള്ളവർ കാണരുതെന്നും എനിക്ക് ഇഷ്ടമല്ല, ഷാനവാസ് പറഞ്ഞു. ഉമ്മയെക്കുറിച്ച് പറഞ്ഞതോടെ ഷാനവാസിന്റെ കണ്ണുകൾ നിറഞ്ഞു. അതോടെ അക്ബറിന്റെ ദേഷ്യവും വാശിയും വൈരാഗ്യവും അലിഞ്ഞില്ലാതായി. ഉമ്മയുടെ കേസ് വന്നാൽ നമ്മൾ ആകെ ഇടങ്ങിയറാകും. അടിപൊളിയായി നിങ്ങൾ കളിക്കുന്നില്ലേ, പിന്നെന്താ പ്രശ്നം? ഇത്രയേറെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും നിങ്ങൾ കട്ടക്ക് നിൽക്കുന്നില്ലേ? ഉമ്മ പോലുള്ള സിറ്റുവേഷനിൽ എനിക്കൊന്നും ചിന്തിക്കാൻ പറ്റുന്നില്ല. ഞാൻ വിഷമിപ്പിച്ചെങ്കിൽ സോറി. ഇതൊന്നും എനിക്കറിയില്ലായിരുന്നു. ഇങ്ങനെയൊരു സ്ട്രെസ് നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നുവെന്നും എനിക്കറിയില്ലാമായിരുന്നു എന്നും അക്ബർ ഏറ്റു പറഞ്ഞു. ഇതെല്ലാം കേട്ടതിൻ്റെ പേരിൽ ഗെയിം കളിക്കാതെ ഇരിക്കുന്നതായിരുന്നു പിന്നീട് അക്ബറിൻ്റെ ഷാനവാസിൻ്റെ ഉപദേശം. ഞാൻ ഇനിയും ഗെയിം കളിയാക്കും, പക്ഷേ ഹീറ്റ് ആഗ്രിമെൻറ്റ് നടത്തുന്നത് വിടാം. നമ്മൾ ചിന്തിച്ച് പ്രവർത്തിച്ചാൽ നമുക്ക് നല്ലതെന്നും അക്ബറും പറഞ്ഞു. ഇരുവരുടെയും ഏറ്റുപറച്ചിലും തുറന്നുള്ള സംസാരം കണ്ടപ്പോൾ കണ്ണ് നിറഞ്ഞുപോയി എന്നാണ് പ്രേക്ഷകർ കുറിച്ചത്. രണ്ടുപേരും ആരാണ് വലിയവൻ എന്നുള്ള ഭാവത്തിൽ തുടങ്ങിയ വർത്തമാനം പിന്നെ രണ്ടാളും അന്യായം കെട്ടിപ്പിടിച്ച് കരയുന്ന അവസ്ഥയിലെത്തി. രണ്ടുപേരും ഒരുമിച്ചിരുന്ന് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങൾ ഈ ലോകത്തുള്ളൂവെന്ന് തെളിയിക്കുന്ന നിമിഷങ്ങളായിരുന്നു ഒരാൾ കമൻ്റായി കുറിച്ചത്. തുടക്കത്തിൽ അക്ബറിനെ വെറുത്തവർ പോലും ഇപ്പോൾ സ്നേഹിച്ച് തുടങ്ങിയിട്ടുണ്ട്. നിലവിലുള്ള മത്സരാർത്ഥികളിൽ ഏറ്റവും ജനപിന്തുണയുള്ള 2 പേർ അക്ബറും ഷാനവാസുമാണ്. പരസ്പരം സംസാരിച്ച് രമ്യതയിൽ പിരിഞ്ഞുകൊണ്ട് തന്നെ ഇരുവരും തുടർന്നുള്ള ദിവസങ്ങളിൽ ഒരുമിച്ചാകുമോ, എതിരെ നിന്നാകുമോ ഗെയിം കളിക്കുമോ എന്നറിയാനാണ് പ്രേക്ഷകരും കാത്തിരിക്കുന്നത്.